അപ്പോൾ നമ്മൾ കളിക്കാൻ പോകുന്നത് ജെഫ് റോഡാണ്. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ റോബോട്ടിന് ചില വിഷയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറാൻ കുറച്ച് വെച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാതിരുന്നത്. ഞാൻ വിചാരിച്ച് കുറച്ച് വെറൈറ്റി ആക്കാം. അതുകൊണ്ട് നമ്മൾ വന്നിരിക്കുന്നതാണ് ജെഫ് റോഡ്. ഓക്കെ, അത് നമുക്ക് ഇതിനുള്ളിൽ കയറി വെക്കാം. നമ്മൾ പ്രൈവറ്റ് സെർവറിലാണ് നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. പ്രൈവറ്റ് സെർവർ കളിച്ചിട്ടുള്ളൂ. വേറെ ആൾക്കാർ കളിക്കുമ്പോൾ എന്താ ഉണ്ടാവാന്ന് കേട്ടാൽ എന്താ പറയുക, നമ്മളെങ്കിലും ഇക്കടങ്ങാറ്റിന് മുമ്പ് തന്നെ ഓരോരു വണ്ടിക്ക് സ്ഥലം വിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മളോ വീണ്ടും വിളിക്കും നമുക്ക്. അതുകൊണ്ട് ഒരു വിശ്വാസമില്ലാത്ത കാര്യമായിട്ടാണ് ഞാൻ പ്രൈവറ്റ് സെർവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടി സ്ഥലം വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റേതുണ്ടല്ലേ നമ്മൾ റിയല് അതിൻ്റെ പോലെ തന്നെ അതിൻ്റെ കുറച്ചൊക്കെ ഗ്രാഫിക്സൊക്കെ ഉണ്ട്. ഒരു ഗോൾഡൻ ടൂത്ത് കിട്ടും. അത് നമുക്ക് സെയിൽ ചെയ്യാം. പിന്നെ നമുക്കിതിൽ വെടിക്കെട്ട് വെച്ചിട്ട് നമുക്ക് മെഡിക്കറ്റ് വെച്ചിട്ട് നമുക്ക് മറ്റാൾ ചാത്താൽ അവർ സഹായിക്കാനും പറ്റും. പിന്നെ നമ്മൾക്ക് തന്നെ ഹീൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ എന്താണ് വാങ്ങിക്കാൻ വിചാരിച്ചാൽ ഞാൻ ഇത് 2 വാങ്ങിക്കും. പിന്നെ ഈ പിസ്റ്റൾ ഞാൻ വാങ്ങിക്കും. അതാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കും. കാരണം നമ്മൾ ഇതിലോട്ടേക്ക് ഫ്യൂയൽ നല്ല അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്ര വാങ്ങിക്കാം. നമുക്ക് വെച്ചിട്ടുണ്ട്. എൻ്റെ ഹാമർ കൊടുത്തോ, ഇത് കൊടുത്തോ. പിന്നെ നമ്മൾ ബാറ്ററി കൊടുത്തോ. പിന്നെ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ വണ്ടി ഒന്ന് നമുക്ക് ബിൽഡ് ചെയ്യണം. പക്ഷെ ഇത് നമുക്ക് മറ്റേതിൽ പോലെ നമുക്ക് ഇങ്ങനെ ഗുരുഗുരാ പറഞ്ഞാൽ നമുക്ക് വെക്കാൻ പറ്റില്ല. അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ മെല്ലെ വേണം നമ്മളിങ്ങനെ വെക്കാൻ. നമുക്ക് ഗുരുഗുരാ പോലെ നമുക്ക് വെക്കാൻ പറ്റില്ല. അതാണ് പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം. ഞാൻ അമ്മ കൂടിയിട്ടേ ഇതിൻ്റെ മിഞ്ഞാന്ന് തൊട്ടോ ഇതിന് മിഞ്ഞാന്നാണ് എൻ്റെ ഇത് എന്താ പറയുക ശരിയായത് തന്നെ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഇത് കളിച്ച് നോക്കിയതാ എന്നെ കണ്ടപ്പോൾ. എന്നിട്ടാണ് ഞാൻ വിചാരിച്ചത് കുറച്ച് ഫയൽ യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് പിന്നെ റോബ്ലോക്സ് പോയ കാര്യം കൊണ്ട് ഇപ്പോൾ എല്ലാതും ആകെ അടങ്ങറായിട്ടുണ്ടാവും വിചാരിച്ച്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വെറൈറ്റി ഗെയിം ഞാൻ പിടിച്ചത് തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക, സബും എല്ലാം ചെയ്യുക. അത് നമുക്ക് വണ്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് ഭാഗം നമുക്ക് കവർ ചെയ്യണം. ഇത് നേരെ നമ്മളെ മേത്തൊക്കെ വരുന്നുണ്ടാവും. നമ്മളിപ്പോൾ വേറെ ആരെങ്കിലും അടിച്ചിട്ട് പിന്നെ കുഴപ്പമില്ല. അവർ നമ്മളെ മുമ്പിൽ കൊന്നാൽ ഇവിടെ അടിച്ചിട്ടോ. പക്ഷേ ചില ആൾക്കാരൊന്നും അങ്ങനെയല്ല. ഞാനവിടെ അതവിടെ നമ്മൾ അവിടെ പുറത്താക്കിയിട്ട് അയ്യോ ഇതിലോട്ടിക്ക്. അപ്പം ഗൈസ് നമുക്ക് കുറച്ച് പിന്നെ മുമ്പിൽ കൂടി ഒന്നും ചെയ്യാനല്ല. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇതാം ഓക്കെ. പിന്നെ നമ്മൾ ഇതിൻ്റെ പാർട്ട് 1ഉം 2 എന്നില്ല. പക്ഷെ നമ്മൾ അങ്ങനെ വെറുതെ ഇങ്ങനെ പാർട്ട് 2 പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ടാവും. അതതിൻ്റെ അടുത്ത ഗെയിം പ്ലേ അല്ല. അത് നമ്മൾ ഒന്ന് ജയിക്കാനൊക്കെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇത് സീക്രട്ട് സ്ഥലം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് സമയത്ത് രാവിലെ പോയി ഗോസ്റ്റ് നമുക്ക് റോബോക്സ് ഉണ്ടെങ്കിൽ ഇത് പോയിക്കൂടാ. ഞാൻ വിളിച്ചൊരു മോയിക്കോട്ടോ എൻ്റെ മുത്തേ. ഇപ്പം തന്നെ എൻ്റെ കണ്ണെന്ന് പറഞ്ഞു. അയ്യോ ഷട്ടർ തുറക്കാൻ മതി. പിന്നെ ഗൈസ് പിന്നെ നമുക്ക് ഇതിന് ഇൻട്രാക്ട് കൊടുക്കാം. പിന്നെ ഒയ്യോ ഞാൻ നേരെ വിടട്ടെ. അപ്പോൾ പിന്നെ ഒയ്യോ പിന്നെ തിന്ന് പോടാ അതിൻ്റെ മോനെ പോടാ വായ വിളിച്ചിക്കണ്ടേ വേറെ. പിന്നെ ഗൈസ് ഇതിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഗൈസ് ഇപ്പോഴത്തെ വണ്ടി ഫോണിലൊന്ന് മുമ്പിക്കാം. അപ്പോൾ ഗൈസ് അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വിടാം. നമ്മൾ എന്താ പറയുക
ചെക്ക് പോയിന്റ് ഉണ്ട്, അത് എത്ര എത്തുമ്പോഴാണെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ നമ്മൾ വീടിലൊക്കെ കയറുക, പക്ഷെ നമ്മൾ ആ വീട് മിസ്സായി. ഇതാ ഇവിടെ ഒരു വീടുണ്ട്, പക്ഷേ ഇങ്ങനത്തെ ഈ വലിയ വീടുകളൊക്കെ ഉണ്ടല്ലേ അവിടെയൊക്കെ ഇങ്ങനെ നിറയെ ഇത് തന്നെ ആവും. അതുകൊണ്ട് പിന്നെ വീണ്ടും പേടിക്കണം. ഞാൻ എപ്പോഴും കാണാറുണ്ട്, പക്ഷെ ഞാൻ ഇതിൽ കയറല്ലേ, ഇന്ന് ഞാൻ കയറി നോക്കട്ടെ. പിന്നെ ഗൈസ് ഞാൻ എന്തെങ്കിലും പിന്നെ അമ്നാനിറ്റി നമ്മളിത് കളിക്കുന്നതായിരിക്കും, അതിൻ്റെ കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. നോക്കാം, കാരണം ഇതിന് ഇവിടെ സീക്രട്ട് കീ തന്നെ ഉണ്ടെന്നാണ്. നിങ്ങൾക്ക് ഇതിനെ അറിയിച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക എനിക്ക് അറിയും സാറല്ല ബായ് ബ്രോ. അപ്പം പിന്നെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, അറിയാം. അതാ അവിടെ ഒരു വീട് നമ്മൾ കയറുന്നുണ്ട്, അതല്ല അത് ഇത് അത് എന്തൊരു കഷ്ടമാണ് ഇതിൻ്റെ വാക്കുമതി കൊണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് അതിനുള്ളിൽ എന്തായാലും ഒന്നും ഉണ്ടാവില്ല. ഞാൻ അമ്മനെ കൂടിയിട്ട് അതിനുള്ളിൽ ഒരു പണം ഞങ്ങൾ രണ്ടാലും ഒരു പ്രാവശ്യം അതിനുള്ളിൽ പോയതാ, വെറുതെ ഞങ്ങൾ സമയം പോയി. എന്താ ഗൈസ് സൺ ഈസ് സെറ്റിംഗ് എന്ന് കാണിക്കുന്നു, എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. നമുക്ക് വാഗനുള്ളിൽ സാധനം എടുക്കാം, ബെസ്റ്റ് എടുക്കാനും ഇൻവെർട്ടറിയിലോ ഉറച്ച് സാധനം. വേഗം വണ്ടിക്ക് ഓടിക്കോ, പുണ്ടി മാട്ടിയിട്ട്. മൈ ബൈക്കൻ ബോയ് ഗൈസ് നമ്മളെ ഫ്യൂലിനും കഴിയാനായിട്ടുണ്ട്. നമുക്കപ്പോൾ നമ്മളെ വണ്ടി ഓടിച്ചിട്ട് ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും വണ്ടി ഓടിച്ചിട്ട് ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് നമ്മളെ ലോകത്തിൽ ഞാൻ മാത്രം ചെയ്തിട്ടുള്ളൂ, ഞാൻ പ്രോ പ്ലെയർ ആയിക്കൊണ്ട്. അതുകൊണ്ടാണ് അയ്യോ അവർ ചെറുതാളെ പിന്നെ കുഴപ്പമില്ല, ചെറുതാളെ നല്ല ഇങ്ങനെ ബാക്കിക്കോ, വലുതാളെ കുറച്ച് സമയം ബാക്കിക്കോവാണ്. കണ്ട വലുത്. പിന്നെ അതാ മേലെന്താ മൂടാന്ന് വിചാരിച്ചാൽ അത് നമ്മൾ ഇതിനുള്ളിൽ കൂടെ കൊണ്ട് വന്നാൽ സ്പീഡിൽ കൂടെ അത് ബാക്കിൽ കൂടെ അങ്ങനെ അയ്യോ ഒരു ഫ്യൂല് കഴിയാനായി. അയ്യോ സ്റ്റോറേജും ഇല്ല, തോക്ക് മാറ്റി ഫില്ലി. അയ്യോ പട്ടി ഇവിടെ മൈൻഡ് പോലെ അമ്മേതാ എന്തും വന്നിക്കണ്. ഉമ്മച്ചി ചത്ത് ഗൈസ്, ചത്ത് നമ്മൾ ചത്ത് ഗൈസ്, ചത്ത്. അപ്പോൾ നമുക്ക് പേടിക്കണ്ട, നമുക്ക് വേറെ ആരെയും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡെഡ് റെയിൽസ് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമുണ്ട്, അതിൻ്റെ വീഡിയോ വരുന്നതാവും. അപ്പോൾ എന്നാൽ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തന്നെ ഒരു സാധനം വേണമല്ലേ, പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് കാറെല്ലാം എടുത്തല്ലോ ഞാൻ ആശ്വസിപ്പിക്കുന്നു. പിന്നെ നമ്മൾ എടുത്താൽ പോരേ. ഇത് ഗൈസ് നമ്മൾ കുറച്ച് കളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് 2 കാറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സൂപ്പർ കാറല്ല, സൂപ്പർ കാറാണ് കോമൺ കാറാണോ നമുക്ക് അറിയില്ല. നമ്മൾ ഗരാജ് എടുത്താൽ നമുക്ക് കാണാൻ പറ്റും 2 കാർ. ഒന്ന് എടുക്കുമോ? അതാ 3 കാറാ എവിടെ? ഈ കാറ് ഞങ്ങൾ കിട്ടില്ല കേട്ടോ. നിൽക്കട്ടെ, നമ്മൾ മറ്റേത് അവിടെ ഇട്ട നമ്മൾ ലെവലപ്പിങ് ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ ഇതാക്കണ്ട, നമുക്ക് 2 കാറ് കിട്ടി. റാങ്ക് 5-ലാണ് നമുക്ക് റോബ്ലോക്സ് റിംസാണ് നമുക്കിത് സാധനം കിട്ടും. പക്ഷെ ഞാനിപ്പോൾ എന്താ പൈസ ചിലവാക്കാത്തതെന്ന് വിചാരിച്ചാൽ എന്താ പറയുക, ഇതിൽ ഒരു സാധനമൊക്കെ വാങ്ങിക്കാനാണ്, അതുകൊണ്ട് മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ഒന്നും വാങ്ങിക്കാത്തത്. അല്ല അതിൽ നമ്മൾ വർഷത്തോട്
അയ്യപ്പടിയിരുന്നു ഞാൻ മറന്നു. നമ്മൾ വർക്ക്ഷോപ്പിനുള്ളിൽ പോയാലേക്ക് നല്ല ഇഷ്ടമായി കാരണം അതിനുവേണ്ടി ഞാൻ പൈസ കളക്ട് ചെയ്യുകയാണ്. എന്താ ഇതിലെത്ര? ഓ ഇത് എന്താ അത് നല്ല വില കേട്ടാ. അതുകൊണ്ട് പിന്നെ വണ്ടി ഭയങ്കര കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ഇഷ്ടമുള്ള കാറുകൾ കുറേ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിലിങ്ങനെ ജോബൊക്കെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കാം. പിന്നെ എനിക്ക് ഈ ബുഗാട്ടിക്ക് നല്ല ഇഷ്ടമായി പൈസ നല്ല ഇഷ്ടമായിരിക്കും ബുഗാട്ടി. പക്ഷെ അതിന് അത്ര നോക്ക് കുറച്ച് പൈസ കൊടുക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വാങ്ങിക്കാത്തത്. അതുകൊണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും മെഷീൻസ് ചെയ്തിട്ട് നമുക്കൊക്കെ പൈസ ഉണ്ടാക്കണം. ഞാൻ ഈ കാർഡൊക്കെ സ്ഥലം കൂടെ എന്താ പോയി നമുക്കിങ്ങനെ ക്രിമിനൽ ബേസ് ഇടാം. ക്രിമിനൽ പറഞ്ഞാൽ ഇങ്ങനെ മോഷ്ടിക്കുക. നിങ്ങൾക്ക് മോഷ്ടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എൻ്റെ ആകെ ഉള്ളൊരു ചോദ്യമാണത്. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. ക്രിമിനൽ പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചതാണ്, അല്ലാതെ എനിക്ക് ഇഷ്ടമല്ല കേട്ടാ മോഷ്ടിക്കുന്നത്. പിന്നെ കയറ് പേടി ഇതിനെ എന്താണ് പറയുക, പോലീസിനെ പിടിച്ചാൽ നല്ല കാര്യം കൂടി ഉണ്ട്. എന്ത് ബിരിയാണി കിട്ടും, അതിൻ്റെ ഒപ്പം ഒരു മുട്ടായി, ഒരു ചെറിയൊരു മുട്ടായി കൂടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. നിങ്ങൾക്ക് പോലീസിനെ പേടിയുണ്ടോയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക ഗൈസ്. നമുക്ക് നോക്കാം എത്ര ആൾക്കാർക്ക് പോലീസിനെ പേടിയുണ്ടെന്ന്. ഓക്കെ ഇതൊക്കെ ക്രിമിനൽ ബേസിക് പോയല്ലോ ഗൈസ്. നിങ്ങൾ പറയുക അതും തന്നെ. അവിടെ ക്രിമിനൽ ബേസ് അവിടെ ക്രിമിനൽ ബേസ് ആണല്ലോ. ക്രിമിനൽ ബേസ് ഒക്കെ പോയാ പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ടല്ലോ. അമ്മേ കണ്ട എൻ്റെ ഡ്രിഫ്റ്റുള്ളത് അല്ലേ. കൊണ്ട് ക്രിമിനൽ ബേസ് അല്ല ഇതാണെന്ന് തോക്കിൻ്റെ കടയിൽ പോയാൽ മതി. എന്നാൽ പിന്നെ ഗൺ ഷോപ്പിൽ നിന്ന് പെട്ടേ ഗൺ ഷോപ്പിന് ബാക്കിലാവും. ജ്വല്ലറിയിലൊക്കെ പോയിട്ട് ജ്വല്ലറി ഇതല്ല ജ്വല്ലറി തുറക്കുമോ? ജ്വല്ലറി നല്ല ജ്വല്ലറി ഞാൻ പറഞ്ഞില്ലേ ഇനി വെപ്പൺ ഷോപ്പിൽ ഞാൻ ഇവിടെ കഴിഞ്ഞു. അതാണ് ജ്വല്ലറി. എന്താ ക്ലോസ്ഡ് ആണോ? എന്തുകൊണ്ടിപ്പോൾ ഉണ്ടാവുന്നില്ല ആകെ ലാപ്ടോപ്പോടെ നോക്കണം. ഡയമണ്ടൊക്കെ ടൈമിൽ ഇഷ്ടമായി. പിന്നെ നമുക്ക് ഗൺ ഷോപ്പിലേക്ക് പോയിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് അവിടെ എന്താ പറയുക ഒരു ജോലി എടുക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. ഗൈസ് മിനിറ്റ്, ഇവിടെ ആരെ ബെല്ലടിച്ചിട്ടുണ്ട്, ഞാൻ പോയി നോക്കി നോക്കട്ടെ. ഓക്കെ ഗൈസ്, നമ്മൾ ഗൺ ഷോപ്പിക്ക് നേരെ വിട്ട് നമ്മളെ ബൂസ്റ്റ് വെച്ചിട്ട് ബൂസ്റ്റ് തിന്നുന്ന ബൂസ്റ്റല്ല, നമ്മളെ ഇത് കാർ ബൂസ്റ്റ് കാറ്. അപ്പോൾ നിങ്ങൾ പറയും എന്താ കാറുകൾക്ക് എന്താ ബൂസ്റ്റ് എന്നൊക്കെ. കാറുകൾ ബൂസ്റ്റ് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ പോലക്ക്, ഇല്ലാണ്ട് തിന്നുന്ന ബൂസ്റ്റ് അല്ല കേട്ടാ. തിന്നുന്ന ബൂസ്റ്റ് വിചാരിച്ചിട്ട് കൊത്തിക്കല്ലേ. അല്ല നമ്മൾ ആക്ച്വലി ഗണ്ണ് വാങ്ങിച്ചതാണ് ഗായ്സ്, കാണാനില്ല കേട്ടോ. ഇവർ നമുക്കൊരു ഫ്രീ ഗണ്ണ് തരും, അത് നമുക്ക് വാങ്ങിക്കാം. ഞങ്ങൾ ഗണ്ണ് ഇട്ടിട്ടാ റോബേഴ്സ്. ഓക്കെ നമുക്ക് പൈസ ഉണ്ടോ നോക്കിയെടുക്കാം കേട്ടോ.
ഇതിനത്ര നേരത്തൊക്കെ ടാപ്പും വീടുള്ളത്. എന്നാൽ പിന്നെ ഇതൊക്കെ എടുത്തേക്കാം. നമ്മളെ കാറ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ പൊന്നെ, ഇത് കാറുടെ ഇതൊക്കെ നല്ല ഇഷ്ടമായി. അല്ല ജ്വല്ലറി അല്ല ജ്വല്ലറി അല്ല നമ്മളിപ്പോൾ എങ്ങനെ വന്നിരിക്കുന്നത്? ഇതാണ് ജ്വല്ലറി. അയ്യോ ഇവിടെയൊക്കെ വെല്ലടിക്കൊണ്ട് നിൽക്കും. തുറക്കണത് തുറക്ക്. നമ്മളിവിടെ ആകെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പണ്ടൊക്കെ തുറക്കണമില്ല. എന്തൊക്കെ ഞങ്ങൾക്ക് സ്ഥലം ഇടട്ടോ. അതപ്പോൾ നല്ലതല്ല ശരിയല്ലേ? ചത്ത് അടിച്ചിട്ട് പോലീസ് മമ്മ സുഖല്ലേ? എന്താ പിടക്കണ്? കല്യാണിക്കണ എന്താ ബ്രോ? മതന്നോ മണ്ടല്ല ബ്രോ. ഐ രക്ഷപ്പെടാ. ഒന്ന് വയ്യ വരെ കുണ്ടി നോക്കിക്കാനോ. അയ്യോ ഡോറ് തുറക്കത് പണ്ടാരങ്ങനെ ഒന്ന് തുറന്നില്ലയോ? തുറക്കണം എൻ്റെ മോനെ. അയ്യോ ഇതൊന്നും തുറക്കില്ല. ഞാൻ തോന്നുന്നു പോലീസ് പോയി. പോലീസ് അയ്യോ പോലീസ് മമ്മ സുഖല്ലേ? സുഖല്ലേ മമ്മ? നമ്മൾ ചത്തോ? എച്ച് പി കൂടിയിട്ടാ ആൾക്കാർ വന്നാൽ നമ്മൾ എച്ച് പി കൂടുമോ? നിങ്ങളൊക്കെ ഉണ്ടോ? വേറെ പൊളിച്ചിട്ടുണ്ട്. ബായ് നമ്മൾ തീരെ കൊടുക്കാൻ നമ്മൾ കണ്ടിട്ടുള്ളൂ. തുറന്ന് വേണ്ട ബായ്. ഇത് തല്ലി പൊട്ടിയാണ്. അമ്മോ ഉള്ളിലാളുണ്ടാവും. ഐ ഞാൻ കുറച്ച് പൈസ എടുക്കട്ടെ കേട്ടാ. ഇത് മതി പൈസ എടുത്ത് നമുക്ക് എടുക്കട്ടെ. പക്ഷെ നമുക്കിപ്പോൾ എതിർക്കാൻ നേരമുള്ളൂ. വേറെ ഒന്നും ഒരു നേരമില്ല. നമുക്ക് വേറെ പൈസ എടുത്ത് ഒരു സ്ഥലം വിടുന്ന നല്ലത്. പിന്നെ നമുക്ക് ഇത്ര മതി. നമുക്ക് സ്ഥലം വിടാം. അല്ല പിന്നെ നമുക്ക് കുറച്ചുകൂടി എടുക്കാം. അല്ല കുറച്ചുകൂടി എടുക്കാതെ നമുക്ക് എൻ്റെ സമയമില്ല. നമുക്ക് വേറെ ഡോക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലം വിടുക. നമ്മളെ ഞാൻ വണ്ടിയൊക്കെ വാങ്ങിക്കും. പോലീസ് നിയർ ബയ്യ ബയ്യും എൻ്റെ എന്നിട്ട് വണ്ടിയൊക്കെ സമ്മതിക്കണേ. വണ്ടിയൊക്കെ സമ്മതിക്കണേ. നമ്മൾ പഴയ വണ്ടിയൊക്കെ അവൻ്റെ കാക്കാൻ പറ്റണടാ. പോലീസ് നിയർ ബയ്യ നമ്മൾ എൻ്റെ കയറോ ഇതിൽ കയറാൻ പറ്റുന്നു. ഞാൻ നേരെ നമ്മൾ സ്ഥലത്തൊക്കെ വിട്ടോ. ഞാൻ ആശ്വസിച്ച് പറയുന്നു. തിരിൻ്റെ ബോയ് ഒയ്യോ എന്നൊക്കെ നാട്ടുകാരനെ ഒട്ടി വരണേ. എൻ്റെ കൈയും കണ്ട് ഒട്ടി വരണേ. അയ്യോ തീർച്ചയായും നമുക്ക് നേരെ വേഗം പോയി നമ്മൾ ലൊക്കേഷനിലോട്ടേക്ക് വിളിച്ചു പോയി നമ്മൾ പണിപ്പാളും പാലുകളൊക്കെ ഇട്ടുന്നതായിരിക്കും. പെട്ടെന്ന് പോവാം. പക്ഷെ നമുക്ക് ആകെ 20 സെക്കൻഡുള്ളൂ ഗായ്സ്. നമുക്ക് വേഗം പോകണം ഗായ്സ്. ഓ മൈ ഗുഡ്നസ് നമ്മൾ ചത്തു ഗായ്സ്. നമ്മൾ മെഷീൻ ഫെയിൽഡായി ഗായ്സ്. നമ്മൾ തോറ്റി ഗായ്സ്. വി ആർ ഔട്ടഡ് ഗായ്സ്. വി ആർ ന്യൂബ് ഗായ്സ്. 1 സെക്കൻഡ്. അയ്യോ
വേഗം പോണെൻ്റെ പൈസ പോയി ഇതിലേ സമയത്ത് എപ്പോഴും എൻ്റെ മുമ്പേ നമ്മളെ ഇൻ്റെ വന്നേ നമ്മൾ തോറ്റിട്ടോ നമ്മുടെ പൈസ എല്ലാം തോറ്റി ഇവിടെ എത്തുമ്പത്തിന് പൂജയായി ഉണ്ടാവും അപ്പോൾ കഷ്ടമാണ് എൻ്റെ പൊന്നോ എന്താ മരുഭൂമിയിലെ ഒരു വീട് അതാ ഫാമാ അയ്യോ ഓമ്മേ എൻ്റെ സുഖം അതെന്ത് സ്പിന്നർ പോലെ കിടന്ന് കറങ്ങുന്നു സ്പിന്നർ അവളുടെ അല്ല ചിക്കൻ സമയമില്ല പക്ഷെ അവിടെ നമ്മൾ എത്ര പൈസ കളക്ട് ചെയ്തതാ എന്നിട്ടപ്പോൾ ഇവിടെ വഴിയില്ലേ എൻ്റെ പൊന്നെ എൻ്റെ സുഖമാണ് നമ്മളിത് തോറ്റേ അതെന്തത് ആടെ സമയം അതോടെ കണ്ടിട്ടാവത് എൻ്റെ പൊന്നെ വണ്ടി ഇതൊക്കെ ഇടുന്നു തുള്ളു ചെല്ല സമയം ആ സമയത്തിന് കിട്ടുള്ളൂ നമ്മൾ തോറ്റിട്ട് നമ്മൾക്ക് ഉണ്ട പൈസ തന്നെ കഴിഞ്ഞ് ഒന്നും പറയാനില്ല ചാമ്പി ഇംപ്ലിമെൻ്റായി നമ്മൾ ഡ്രൈവിങ് സ്കില്ലായിട്ട് നമുക്ക് എന്തൊക്കെ കാണിക്കുന്നത് തൂക്കാ ബബൂക്കല്ലേ നമ്മൾ തോന്നിയിട്ടില്ല നമ്മൾ ബൂസ്റ്റ് ഇട്ടുണ്ട് ലുട്ടാപ്പിയ മേടിച്ച് എന്തത് കാട ഇതെന്ത് ഇങ്ങനെ എടുത്ത് കറങ്ങണേ ഒന്നും കാണാനില്ല പണ്ടാരങ്ങനെ സ്വന്തനായി നമ്മളപ്പോ വെച്ചാൽ ലൂട്ട അല്ലെന്ത് ലുട്ടാപ്പിയ അല്ല ലൂട്ട ഓ എൻ്റെ സുഖാനെ ആ എൻ്റെ എന്താ ഇതിൽ കൂടെ പേരിൽ കയറുക നമ്മളെ പണി കിട്ടിയിട്ടുണ്ട് ഇവിടെ തന്നെ വണ്ടി ഇറങ്ങിയിട്ട് ചാടാൻ പറ്റുമോ ചാടാൻ പറ്റുന്നുണ്ട് ഇവരെന്താ ഓടൂലേ നമ്മളെ പൈസ കഴിഞ്ഞിട്ടാ back to the hideout. Your loot is losing value. ഇവിടെ കൂടെ ഉണ്ട് ചാടാൻ സമയക്കൂല ഈ പാടുണ്ടാവാനോ പക്ഷെ ഒന്ന് ചാടിക്കിടക്ക വഴിയിലാണ് ഉറക്കാണ്ട് ഇത് പാടുണ്ടാരാണ് എന്നാ പൈസ രക്ഷപ്പെട്ടു അങ്ങനെ കുറച്ചൂടെ കിട്ടിയിട്ടുള്ളൂ കിട്ടിയില്ലല്ലോ ഇഷ്ടമുള്ള വണ്ടി വാങ്ങിയിട്ട് പൈസ കിട്ടിക്കായ് നമുക്ക് വണ്ടി അത് പിങ്ക് ഇഷ്ടമല്ല പിങ്ക് ഓടണം ഓക്കെ നേരെ നമ്മൾ ഗുരാജോടെ അല്ല ഗരം മസാല ഇതു പോകേണ്ടത് ഡീലർഷിപ്പ് അവിടെ ഡീലർഷിപ്പ് അവിടെ
അമ്മയ്ക്ക് സ്പ്രൈറ്റ് അപ്പാർട്ട്മെൻറ്റാ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുണ്ടത്തേക്കിൻ്റെ കുണ്ടി അയ്യോ സ്റ്റാർട്ട് സേവ് അമ്മേ കിസാൻ പോലെ ഉണ്ട് സൂപ്പറല്ലേ Oh, oh my god! What a noob! What a noob pro player! I don't like it my game. നമ്മൾ ബൂസ്റ്റ് നമ്മളെ കുണ്ടി പൊള്ളിപ്പിക്കുകയാണ്. ഓക്കെ കാശ് നമ്മൾ നേരെ നമ്മളെ കുണ്ടി കട്ടിട്ട് പോകണം. തീർച്ചയായും അങ്ങനെ അത്തപ്പുണ്ണിൻ്റെ വെള്ളത്തിൽ അത്തൻ്റെ മോ അത്ത വെള്ളത്തിക്കൊക്കെ ഇതാ ചാടി പണിക്കുന്നു പോണേ. ഡീലർഷിപ്പ് എവിടെ ഇതിൻ്റെ മൊന്തക്കാട്ടിൻ്റെ വീട് കൊണ്ടുവെച്ചു ഡീലർഷിപ്പ് അല്ല അമ്മേ എന്തിനാകെ അമ്മും കാടും കുണ്ടി എല്ലാ സ്ഥലങ്ങളും കൊണ്ടിരുന്നു. ഓ രക്ഷപ്പെട്ടു അമ്മേ ഇതാ ഓടും. എന്താ ടെൻഡ് ഹബ്ബ് ടെൻഡിസ്റ്റ് ഹബ് ടെൻഡിസ്റ്റ് ഹബ് ഓ ഡീലർഷിപ്പ് അവിടെ ഡീലർഷിപ്പ് അവിടെ അതവിടെ ഇതെന്തൊക്കെ ഉദ്ദേശിക്കുന്നത് എവിടെ ഡീലർഷിപ്പ് നമുക്ക് ഡീലർഷിപ്പിൽ കയറിയിട്ട് പിന്നെ നമുക്ക് നമ്മളെ ഗെയിം മൈൻഡപ്പ് അല്ല നമുക്ക് നമ്മൾ ഈ ഗെയിം ഒന്ന് മാറ്റി പിടിക്കാം ഇല്ലാണ്ടതേ ഒന്നും ശരിയാവില്ല. അമ്മേ ജ്വല്ലറി ഓക്കെ അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തിട്ടോ നമ്മുടെ സ്ഥലത്തെത്തി വണ്ടി തരണ്ട. ഓക്കെ വ്യൂ ബ്ലാക്ക് കളർ പോലെ ഇത് വേണ്ട ബ്ലാക്കിൽ അതിൽ പർച്ചേസ് ഇപ്പോഴും പൈസ പോയിട്ടുണ്ടെന്നല്ല നമുക്ക് വണ്ടി കിട്ടില്ലേ കഷ്ടം. ഓ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? പിന്നെ ബാക്ക് നമുക്ക് നമ്മളുടെ നമുക്കിതിലങ്ങനെ എന്തെങ്കിലും ഡെക്കറേറ്റിംഗ് കളർ മാറ്റും ഒന്നും കളർ മാറ്റണ്ടേ ബ്ലാക്കിൻ്റെ മതി. അയ്യോ അല്ല കസ്റ്റം നിങ്ങളെ കസ്റ്റം ഡീലർഷിപ്പ് നമ്മൾ വണ്ടി കിട്ടില്ല നമ്മൾ മോനെ നമ്മളെ വെഹിക്കിൾ കസ്റ്റം ചെയ്യണോ? കസ്റ്റം ചെയ്യുന്ന സ്ഥലം എവിടെ? സോറി എനിക്കെൻ്റെ വണ്ടി കസ്റ്റം ചെയ്യണം. എന്നാ കസ്റ്റം ചെയ്ത് തരിക. അയ്യോ കസ്റ്റം ചെയ്യാണ്ട് വണ്ടി വന്നിട്ട് കസ്റ്റം വെഹിക്കിൾ നമുക്ക് നമ്മൾ എഞ്ചിന് ശബ്ദം നമുക്ക് കുറച്ചൊരു മാറ്റാം. അയ്യോ പൈസ നമുക്ക് എന്നാൽ നമ്മളുടെ നമുക്ക് കാറിൻ്റെ കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാം. നമുക്ക് ഇതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറ്റാം. നമുക്ക് നമ്മൾ പെയിൻ്റ് തന്നെ മാറ്റാം എന്നുള്ളത്.
നമുക്ക് വൈറ്റ് ഒക്കെയല്ലോ, കാർട്ടൊക്കെ വൈറ്റോ. ഇത് കുറച്ച് കൂളായില്ലേ. കുറച്ച് കുഴപ്പമില്ല. നമുക്ക് കുറച്ച് പറുപ്പ് കുറച്ച് ഇത് മതി. ഷൈനിയൊക്കെ പറ്റും. ഓക്കെ, ഇതിപ്പോൾ അങ്ങനെ ബൈ ചെയ്യുക. ബൈ കരോ ബൈ. ബൈൻ്റെ ബട്ടൺ കാണില്ലല്ലോ. ഓക്കെ, കഴിഞ്ഞ് എന്താ കാട്ടേണ്ടി ഞാൻ ഗൈസ്? അത് അറിയാണ്ട് കൈ തട്ടി പോയതാണ്. ബൈ ജക്കൻസ് ഞാൻ അപ്പോൾ എന്താ ചെയ്യേണ്ടി? ഇത് പണ്ടാരോ ബാക്ക് വെക്കാലോ. വന്നു മനസ്സിലായി. അപ്പം നമ്മളെ പൈസയും പോയി. നമുക്ക് നമ്മളെ വണ്ടി വിൽക്കാൻ പറ്റുമോ? വിൽക്കാൻ നമുക്ക് നോക്കി വെക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യില്ല. ഒടുക്കത്തെ സ്പീഡ് പറഞ്ഞാൽ ഒടുക്കത്തെ സ്പീഡ് വെച്ചു. ഓട്ടുമ്പോൾ എപ്പോഴേ പറഞ്ഞത് നമ്മൾ വെച്ചിരിക്കണ ഈ കാറാണ് എനിക്ക് നല്ല ഇഷ്ടമായി. 2 വാങ്ങിക്കണം. അങ്ങനെ വിളിക്കും ഡീലർഷിപ്പ്. നമുക്ക് നമ്മളൊരു കാറ് നമുക്ക് വിറ്റ് പൈസ ഉണ്ടാക്കാമുള്ള ഇത് വിൽക്കാം. വിക്ക് കാർ വിൽക്കാൻ പറ്റൂലല്ലേ? നമുക്ക് നമ്മളെ പൈസ കളക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്പീഡ് ഇതിലും കിട്ടാം. ഇനി നമുക്ക് നമ്മൾ ഈ ഗെയിം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് വേറെ ന്യൂ ഗെയിം എടുക്കാമല്ലേ? അല്ല, ഇത് തന്നെ ധാരാളമായിട്ടുണ്ടല്ലേ. അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം എല്ലാവരും ചെറുകിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തത് ഏത് വീഡിയോ ആണ് വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയുക. നമ്മൾ എന്തായാലും ഇത് കളിക്കുന്നതായിരിക്കും. പിന്നെ ക്ഷമിക്കണം, നമ്മൾ കുറച്ച് ദിവസം വീഡിയോ എടുത്തതിന്. അത് നമ്മളെ റോബ്ലോക്സിൻ്റെ കാര്യം കൊണ്ടാണ്. ഒരു വിശ്വാസം നോക്കിക്കോതാ. നമ്മളെ റോബ്ലോക്സ് അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോബ്ലോക്സിൻ്റെ ബ്ലൂ കളർ വന്നിട്ടുണ്ട്. പക്ഷെ ബ്ലാക്ക് കളറാണ് ഒന്നും കൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ബൈ. ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്യണേ.